പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകർ. ഒന്നാം പ്രതി നിഖിലേഷ് പെരുന്നാട് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത്ത് DYFI പ്രവർത്തകനുമാണ്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന പോലീസ് ഭാഷ്യത്തിനു പിന്നാലെ വ്യാജ പ്രചരണവുമായി CPM രംഗത്തെത്തുകയായിരുന്നു. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് FIRന്റെ പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്രതികളും CPMുമായിട്ടുള്ള ബന്ധം. പക്ഷേ വളരെ ബോധപൂർവം തന്നെ ഇത് RSS BJP സംഘമാണ് ഈ കൊല നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടായി. അതും CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായത് എന്നുള്ളതുമാണ്. രോഹിണി 8 പ്രതികളാണ് കേസിൽ. അതിൽ ഒന്നാം പ്രതിയാണ് നിഖിലേഷ്, രണ്ടാം പ്രതി വിഷ്ണു, മൂന്നാം പ്രതി ശരൺ, നാലാം പ്രതി സുമിത്ത്, അഞ്ചാം പ്രതി മനീഷ്, ആറാം പ്രതി ആരോമൽ, ഏഴാം പ്രതി മിഥുൻ, എട്ടാം പ്രതി അഖിൽ. ഇങ്ങനെ 8 പ്രതികളാണ് ഉള്ളത്. ഈ ഭാഗത്ത് മടത്തുമൊഴി ഭാഗത്ത് ഇങ്ങനെ DYFI CPM പ്രവർത്തകർ തമ്മിൽ തന്നെ ചില സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് തുടർ സംഘർഷം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടാവുകയും ഇരുവിഭാഗങ്ങളായി ചേരുതിരിഞ്ഞുകൊണ്ട് വലിയ വാക്കേറ്റങ്ങളും വാഗ്വാദങ്ങളും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തലും അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ഇതിൽ ജിതിൻ എന്ന 36 വയസ്സുള്ള യുവാവിനെ കുത്തിപ്പരിക്കേൽക്കുകയും ചെയ്തത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലുള്ളതും എതിർഭാഗത്തുള്ളതും ഈ CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുഭാവികൾ പ്രവർത്തകർ ആണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടന്ന തൊട്ട് പിന്നാലെ തന്നെ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇത് BJPയും RSSും നടത്തിയ ഒരു സംഘർഷമാണ്. BJP RSS പ്രവർത്തകരുമായിട്ടാണ് യുവാക്കൾ സംഘർഷത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയും പിന്നീട് ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, പിന്നിൽ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും വ്യാജ പ്രചാരണം വ്യാപകമായി അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നിഖിലേഷ് CITയുടെ പ്രവർത്തകൻ, CPM അനുഭാവി സജീവ പ്രവർത്തകൻ, ഒപ്പം സുമിത്ത് അദ്ദേഹം DYFIയുടെ സംഘടനാ ഭാരവാഹിത്വമുള്ള ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നതോടുകൂടി ഈ CPM പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണമാണ് പൊളിഞ്ഞു വീഴുന്നത്. BJPയുടെ തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കുന്നതിനുള്ള വ്യാജ പ്രചരണം BJP ആണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകം നേരെ BJPയുടെ തലയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ BJPക്ക് പങ്കില്ല എന്നുള്ള കൃത്യമായ വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. എന്തായാലും ഈ സുമിത്ത് DYFIയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന, ഭാരവാഹിത്വമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം നേരത്തെ പങ്കുവച്ചിരിക്കുന്ന ഈ സുമിത്ത് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം മറ്റ് ഷെയർ ചെയ്തിരിക്കുന്ന DYFIയുടെ വിവിധ പോസ്റ്റുകളടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് സജീവ പ്രവർത്തകനായിരുന്നു, CPMുമായും DYFIയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഈ നാലാം പ്രതി സുമിത്ത് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതി നിഖിലേഷ് സജീവ പ്രവർത്തകനായിരുന്നു, CITന്റെ ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ CITന്റെ മെമ്പറാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവ പങ്കാളിയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ പെരുന്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. ഈ BJPയുടെ പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ്. ഈ നിഖിലേഷ് കൃത്യമായി തന്നെ സംഘടനാ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CPMന്റെ പ്രവർത്തകർ തന്നെ ഈ കൊലപാതകത്തിൽ പ്രതികളാകുമ്പോൾ ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള വ്യാജ പ്രചരണം, ഈ വ്യാജ പ്രചരണം വ്യാപകമായി അഴിച്ചുവിട്ടുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ RSSനും എതിരെ ഒരു കൃത്യമായി തന്നെ ഗൂഢലക്ഷ്യങ്ങളോട് കൂടി തന്നെ വ്യാജ പ്രചരണം നടത്തുന്നത്. അതായത് പത്തനംതിട്ടയിലുള്ള BJP RSS സ്വാധീനം പൊതുസമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം നന്നായി അറിയാവുന്ന കാര്യമാണ്. പൊതുപ്രവർത്തനത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയത്തിലാകട്ടെ വ്യക്തമായ സ്വാധീനം തന്നെയാണ് പത്തനംതിട്ടയിൽ BJP വച്ചു പുലർത്തുന്നത്. അവിടെ ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം നടത്തി തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളൊരു ഗൂഢലക്ഷ്യമാണ് CPM വച്ചു പുലർത്തിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഈ CITU പ്രവർത്തകന്റെ കൊലപാതകം, അതിൽ FIRൽ പ്രതിപട്ടികയിൽ ഉള്ളവരെല്ലാം CPM അംഗങ്ങൾ, എന്നിട്ട് പോലും ഇത് വളരെ ബോധപൂർവം RSS BJP സംഘാംഗങ്ങൾക്ക് മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തിയത്. ഇത് പ്രാദേശിക നേതാക്കൾ മാത്രമല്ല എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഇത്തരത്തിൽ പറയണമെങ്കിൽ ഇതിനു പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാണ്.
തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. സംസ്ഥാന വ്യാപകമായി BJPക്ക് എതിരെ വ്യാജ പ്രചരണം, ഒരു പുകമറ സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളുടെ പേരിൽ BJPയെ പ്രതി ചേർക്കുക, RSS പ്രവർത്തകരെ പ്രതി ചേർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് പത്തനംതിട്ട മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണമല്ല. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, പുകമറകൾ സൃഷ്ടിക്കുക, സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് വേണം നമ്മൾ ചൂണ്ടാൻ. കാരണം ഇത് സംസ്ഥാന സെക്രട്ടറി അടക്കമാണ് ഇന്ന് ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. രാഷ്ട്രീയ കൊലപാതകമാണ്, BJP RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് സംസ്ഥാനത്ത് ഉടനീളം BJPക്കുള്ള സ്വാധീനം, അല്ലെങ്കിൽ BJPക്ക് സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിൽ ചേർക്കുന്ന രീതിയിലേക്കുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി ഈ ആശുപത്രിയിൽ സന്ദർശിക്കുകയും തുടർന്നായിരുന്നു അദ്ദേഹം രാജു എബ്രഹാം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും ഇത് BJP RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം. ഈ സമയം ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ പ്രതികൾ ഏതൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളോ പുറത്തു വരാൻ വൈകുന്ന അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ പോലുമാണ് CPMന്റെ ജില്ലാ ഭാരവാഹികളിൽ നിന്നും ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ കൊലപാതകം നടന്ന് സംഭവം നടന്ന തുടക്കം മുതൽ തന്നെ ഇത് കൃത്യമായ ഗൂഢലക്ഷ്യത്തോടു കൂടി BJPയെ പ്രതിയാക്കുന്നതിന് വേണ്ടി പ്രത്യേക കരുനീക്കം നടത്തുന്നതിന്റെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാം പ്രതി അടക്കം, എടുത്തു പറയേണ്ട കാര്യം, ഒന്നാം പ്രതി അടക്കമുള്ള കാര്യങ്ങൾ CPMന്റെ സജീവ പ്രവർത്തകർ, CITU പ്രവർത്തകർ, CITUവിന്റെ സജീവ പ്രാദേശിക ചുമതലകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്ന ആള്, ഒപ്പം സുമിത്ത് DYFIയുടെ സംഘടനാ ഭാരവാഹിത്വം ഉള്ളയാള്, ഇങ്ങനെയുള്ള ആളുകൾ പ്രതിപട്ടികയിൽ വരുമ്പോൾ അത് CPM ഇന്നലെ രാത്രി മുതൽ ഈ സംഭവം നടന്ന് തൊട്ട് പിന്നാലെ തന്നെ അഴിച്ചുവിട്ട ആ വ്യാജ പ്രചരണങ്ങളാണ് അഴിഞ്ഞു വീഴുന്നത്. സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ പുതുമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ ആ ഗൂഢലക്ഷ്യങ്ങളാണ് അഴിഞ്ഞു വീഴുന്നത്. കൃത്യമായി തന്നെ ഇതിന് മറുപടി നൽകാൻ BJP ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJP ജില്ലാ നേതൃത്വം പറയുന്നുണ്ട് BJPയുടെ യാതൊരു പ്രവർത്തകരോ അനുഭാവികളോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തകർ എന്നത് പോട്ടെ, ഒരു അനുഭാവി പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല എന്ന് BJP ജില്ലാ നേതൃത്വം പറയുമ്പോൾ അത് കൃത്യമാണ്, സത്യമാണ്, അത് വ്യക്തമാണ് എന്ന് ഉറപ്പാക്കുന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആളുകൾ, ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ CPM പ്രവർത്തകരായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. രോഹിണി. ശരി മിഥുൻ, പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെ എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒന്നാം പ്രതി നിഖിലേഷ് പെരുന്നാട് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത്ത് DYFI പ്രവർത്തകനുമാണ്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുമ്പോഴും വ്യാജ പ്രചാരണവുമായി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. RSS BJP സംഘമാണ് കൊല ചെയ്തതെന്ന് MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. BJPക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധമില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ VA സൂരജും വ്യക്തമാക്കിയിട്ടുണ്ട്.